ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ട പോലെ നമ്മൾ +1 കൊമേഴ്സിനെ പറ്റിയിട്ടാണ് പറയണത്. ഈ സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം ഞാനൊക്കെ ഈ സ്ട്രീം എടുക്കാൻ പോയപ്പോൾ എനിക്കതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉള്ളതെന്ന് കൂടെ അറിയണ്ടായിരുന്നില്ല. ആദ്യം തന്നെ പറയാണ്, പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിപ്ലൈ തരാം. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ഫോർമാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പാസ്റ്റ് സെൽഫിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും, അതോ എനിക്കൊരു അനിയത്തിയോ അനിയനോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെയാണ്. സോ വാച്ച് ടിൽ ദി എൻഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കൊമേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ മൊത്തത്തിൽ 6 സബ്ജക്റ്റുകളാണ് വരിക. അതിൽ 3 കോർ സബ്ജക്ട്സാണ് കൊമേഴ്സിനുള്ളത്. ഒന്ന് അക്കൗണ്ടൻസി, പിന്നെ ബിസിനസ് സ്റ്റഡീസ്, പിന്നെ എക്കണോമിക്സ് ആണ്. ഈ എക്കണോമിക്സ് 2 പാർട്ടായിട്ടാണ് പഠിക്കാനുണ്ടാവുക. ഇന്ത്യൻ എക്കണോമി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന്. അപ്പോൾ ഇതാണ് 3 കോർ സബ്ജക്ട്സ്. ഇനി നമുക്ക് ലാംഗ്വേജ് ആണ്. 2 ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷാണ്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കേരളത്തിന് മൊത്തം മലയാളം, ഹിന്ദി, സംസ്കൃതം, പിന്നെ അറബിക്, അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കൊടുക്കുന്നത് മലയാളവും ഹിന്ദിയാണ്. പിന്നെ ഓരോ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും. അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ 4 ടൈപ്പ് കോമ്പിനേഷനാണ് കൊമേഴ്സിനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സും, പിന്നെ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും, കൊമേഴ്സ് വിത്ത് പൊളിറ്റിക്കൽ സയൻസും, കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സും സെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം സെയിം ആണ്. പക്ഷെ കുറേ ഉണ്ട് പഠിക്കാൻ. പ്രോബ്ലംസ് ആണെങ്കിലും ഇക്വേഷൻ ആണെങ്കിലും ഒക്കെ കുറേ പഠിക്കാണ്ട്, എക്സ്ട്രാ പഠിക്കാനുള്ള പോലെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കൊമേഴ്സ് ചൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൊമേഴ്സിൻ്റെ കോർ സബ്ജക്ട്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കണത് എന്നാണ്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ നമ്മൾ ഈ പൈസ ആയിട്ടുള്ള ട്രാൻസാക്ഷനുകളൊക്കെ ഇല്ലേ, അത് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, പിന്നെ അത് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള റൂൾസ് എന്താണ്, ഒരു കമ്പനിയുടെ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ അതിൻ്റെ അസറ്റ്, അതായത് സ്വത്തുകൾ, പിന്നെ അതിൻ്റെ ലയബിലിറ്റീസ്, അതിൻ്റെ കടങ്ങളൊക്കെ എന്തൊക്കെയാണ്, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. അതിൽ കുറേ ടേബിളൊക്കെ വരയ്ക്കാനുണ്ടാവും. പിന്നെ തിയറി പാർട്ടും ഉണ്ട്. 3-1 തിയറിയും ബാക്കി പ്രോബ്ലംസും ആണ്. ഇനി ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പഠിക്കുന്നത് ബിസിനസ്മാൻമാർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്താ, പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടുന്ന ഫണ്ട് കിട്ടുക, അങ്ങനെ ട്രേഡിങ് കാര്യങ്ങളൊക്കെ നമ്മളതിൽ പഠിക്കും. പിന്നെ എക്കണോമിക്സ്, നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്സ് ആണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥയൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിച്ചത്, അങ്ങനെ അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു ഭാഗമുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ഇത്ര ശതമാനം ആൾക്കാർ ഇന്നതാണ്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസ് ആയിട്ട് പഠിക്കാനുള്ളത് നമുക്ക് എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. അപ്പോൾ ഈ കോർ സബ്ജക്ട്സ് ഇതാണ്. ഇനി ഞാൻ കോമ്പിനേഷനെ പറ്റി പറഞ്ഞിരുന്നു. മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയാണ് കോമ്പിനേഷൻസ് വരുന്നത്. അപ്പം മാത്സ് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കലായിട്ട് ഇതിൻ്റെ ഒരു സൈഡിലേ നമ്മൾ ഈ ബില്ലിങ് അതും ഇതൊക്കെ പഠിക്കേണ്ട ഒരു ബേസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പഠിക്കാനുണ്ടാവും. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ നിയമങ്ങളെ പറ്റിയിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ നമുക്കറിയാലോ. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ 10ലൊക്കെ പഠിച്ച പോലത്തെ നിയമങ്ങളെയും ഗവൺമെൻറ്റിനെയും പറ്റി പഠിക്കുന്നതാണ് അതിൽ. സ്റ്റാറ്റിസ്റ്റിക്സ് നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ഏകദേശം സെയിമാണ്, പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്ട്രാ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് പഠിപ്പിക്കണത് എന്ന് ഉള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയാം. അപ്പോൾ സയൻസുകാർക്കുള്ള മാത്സും നമുക്കുള്ള മാത്സിൻ്റെയും പോർഷൻസ് സെയിമാണ്, സിലബസ് സെയിമാണ്. പക്ഷേ കൊമേഴ്സുകാരുടെ മാത്സും സയൻസുകാരുടെ മാത്സും എക്സാമിന് വരുമ്പോൾ സെയിം അല്ല. സയൻസുകാർക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. കൊമേഴ്സുകാർക്ക് 10ാം ക്ലാസ്സിലൊക്കെ എങ്ങനെയായിരുന്നോ അതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ സെയിം ആയിട്ടാണ് വരിക. കൊമേഴ്സുകാർക്ക് ഡിഫിക്കൽട്ടി കുറവാണ്. എൻ്റെ അഭിപ്രായത്തിൽ കൊമേഴ്സിൻ്റെ മാത്സിനെക്കാട്ടും ഒരു 3 ഇരട്ടി ഡിഫിക്കൽട്ടി കൂടുതലാണ് സയൻസുകാരുടെ മാത്സിന്. അത് വെച്ച് കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് ഈസി ആണെന്നൊന്നല്ല, കുറേ പോർഷൻസ് ഉണ്ട് പഠിക്കാൻ. ഇനി കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ഈ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ മാത്തമാറ്റിക്സ് നമ്മൾ കൊമേഴ്സിൽ എടുക്കുമ്പോൾ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം സൈലായിക്കോട്ടെ, എക്സാമിനർ ആയിക്കോട്ടെ, അവരൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് സയൻസുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. കാരണം എക്സാമിന് വരുമ്പോൾ വ്യത്യാസമാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളിത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തുണ്ട്, സ്കൂളിൽ നിന്ന് പഠിച്ചത് അതേപോലെ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ട്യൂഷന് പോകേണ്ടി വരും.
അപ്പം മാത്സിൻ്റെ ക്ലാസ്സുകളാവുന്നത് മിസ് ചെയ്യാതെ നോട്ട്സൊക്കെ എഴുതി പോകാൻ നിൽക്കുക. പിന്നെ കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സയൻസ് എടുക്കുന്നതിന് പകരം കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സയൻസിൽ കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് കൊമേഴ്സിൽ കിട്ടില്ല. അപ്പോൾ അതേപോലെ കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സിന് പകരം വേറെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് എടുത്താൽ കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേറെ കോമ്പിനേഷനിൽ കിട്ടില്ല. അങ്ങനെ ഒരു അറിവുള്ളതുകൊണ്ടാണ് ഞാൻ കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് എടുത്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോട്ട് ബുക്കുകൾ, അതായത് കൊമേഴ്സ് എടുക്കുമ്പോൾ നോട്ട് ബുക്കുകളൊക്കെ എങ്ങനത്തെ രീതിക്കാണ് മേടിക്കേണ്ടത്, അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ അക്കൗണ്ടൻസി പ്രോബ്ലംസും തിയറി ഉള്ളതാണ്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ നീളന ടേബിൾസ് വരയ്ക്കാൻ കുറേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെറിയ നോട്ട് ബുക്ക് എടുത്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേബിൾ കുറേ വീണ്ടും വരച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നീളമുള്ള നോട്ട് അക്കൗണ്ടൻസിക്ക് എടുക്കുക. പിന്നെ ബിസിനസ് സ്റ്റഡീസ് മുഴുവനായിട്ട് തിയറിയാണ്. അപ്പോൾ സാധാ ഒരു ചെറിയ മീഡിയം സൈസ് നോട്ട് എടുക്കാം. എക്കണോമിക്സിൽ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിൽ പ്രോബ്ലംസും കാര്യങ്ങളും ഇക്വേഷനും അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലും ടേബിളും കാര്യങ്ങളൊക്കെ വരയ്ക്കണം. അപ്പോൾ മീഡിയം സൈസിന് താഴെ പോകാതിരിക്കും, ഓവർ ചെറിയ നോട്ട് ബുക്കുകൾ എടുക്കാതെ പോവാം. ഇനി അടുത്തത്, എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള രീതിക്ക് പറയുന്ന കുറച്ച് അഡ്വൈസുകളാണ്. 1, മാത്സിന് നോട്ട് തെറ്റാതെ എഴുതി പോവുക. കാരണം എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ എത്ര യൂട്യൂബ് ക്ലാസ് നോക്കിയാലും നമുക്ക് പഠിക്കേണ്ട മാത്സ് അതിലുണ്ടാവില്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതാണെങ്കിൽ കൊമേഴ്സിൻ്റെ മാത്സ് ആകെ സൈലങ്കാരാണ് കൊടുക്കുന്നത്. പിന്നെ അക്കൗണ്ടൻസി പുതിയ സബ്ജക്റ്റാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അതങ്ങനെ കാര്യമായിട്ടിരുന്ന് നോക്കേണ്ട ആവശ്യമില്ല. ടൈം സേവ് ചെയ്യണമെങ്കിൽ ആദ്യം തൊട്ട് നന്നായി പഠിച്ചു പോവുക, മനസ്സിലാക്കി പോവുക. ബിസിനസ് സ്റ്റഡീസ് കുറേ ഉണ്ട്. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒക്കെ എക്സാമിന് ഒരു മാസം മുമ്പ് ഇരുന്ന് പഠിച്ച് തുടങ്ങിയാൽ അത് തീരാൻ പോണില്ല, കാരണം അത്രയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മറക്കാത്ത രീതിക്ക് ഇരുന്ന് പഠിച്ചു പോവുക. കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ഏതാണെന്ന് നോക്കി പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊമേഴ്സ് എടുക്കാൻ പോകുമ്പോൾ എങ്ങാനും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം.